നമസ്കാരം. എനിക്ക് ഡോക്ടർ അരുൺകുമാറിനോട് ചോദിക്കാനുള്ളത്, ഞാനൊരു അധ്യാപകനായതുകൊണ്ടുകൂടെ അധ്യാപകർ സമൂഹത്തിൽ ഏറ്റവും നല്ല തലമുറയെ വാർത്തെടുക്കുന്നവരാണ്. ഒപ്പം മാധ്യമ പ്രവർത്തകരും സമൂഹ നന്മയ്ക്കായിട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. താങ്കൾ ഈ രണ്ട് രംഗത്തും പ്രവർത്തിച്ച അനുഭവമുള്ള ഒരാളെന്ന നിലയിൽ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അധ്യാപക വൃത്തിയും മാധ്യമ പ്രവർത്തനവും സമൂഹ നന്മയ്ക്കായി സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന താങ്കളുടെ ആ കഴിവിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ചാൽ. താങ്ക് യു. കുന്നത്തൂർ ജയപ്രകാശ്, പട്ടം ഗവൺമെൻറ് ഗേൾസ് സ്കൂളിലെ അധ്യാപകനും കവിയും ഗാനരചയിതാവുമാണ്. താങ്ക് യു പ്രകാശ് ചോദ്യത്തിന്. ഗുഡ് മോർണിംഗ് പ്രകാശ്. പ്രകാശ് ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാണ്. കാരണം ഈ അധ്യാപനവും മാധ്യമ പ്രവർത്തനവും യഥാർത്ഥത്തിൽ ഒരു സമൂഹവുമായിട്ട് നമ്മളിങ്ങനെ ചേർന്ന് നിൽക്കുന്നവരാണല്ലോ. ഞാനെപ്പോഴും പറയാറുണ്ട്, ഞങ്ങളുടെ അധ്യാപകനായ ഡോക്ടർ ജയപ്രഭാഷ് പറയുന്നൊരു വാചകമുണ്ട്, ഒരു അധ്യാപകനാവുമ്പോൾ ഒരു മിനിമം സോഷ്യൽ പാസ് വേണം. ഏതൊരു മാധ്യമ പ്രവർത്തകനും ആ മിനിമം സോഷ്യൽ പാസ് വേണം. രണ്ടുപേരും ചെയ്യുന്ന കാര്യം എന്താണ്? രണ്ടുപേരും ചെയ്യുന്നത് സമൂഹത്തിലെ കാര്യങ്ങളെ, വാർത്തകളെ, വിവരങ്ങളെ, വിശേഷങ്ങളെയൊക്കെ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് എത്തിക്കുന്നു. ഒന്ന് ക്ലാസ് മുറിക്ക് മുന്നിലും മറ്റൊന്ന് ലോകത്തിന് മുന്നിലും. എൻ്റെ മുന്നിൽ ഈ ക്യാമറ മാത്രമേ ഉള്ളൂ. തമ്മിലൊരു വ്യത്യാസമുണ്ട്. കുട്ടികളിലാവുമ്പോൾ പെട്ടെന്ന് അവരുടെ കണ്ണുകളിൽ നിന്ന് നമ്മൾ പറഞ്ഞതിന് പ്രതികരണം കിട്ടും. ക്യാമറയിലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ആ പ്രതികരണം കിട്ടുക. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അതല്ലാതെ ആളുകൾ വഴിയും പ്രതികരണം ലഭിക്കും. അപ്പോൾ രണ്ടിലും ഒരു അധ്യാപനത്തിൻ്റെ ഒരു രീതിയുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് വിശദീകരിക്കുക, ലളിതമായി ജനങ്ങളിലേക്ക് എത്തിക്കുക, കൂടുതൽ സങ്കീർണമാക്കാതിരിക്കുക, കൃത്യമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, പിന്നെ സാമൂഹികമായിട്ടുള്ള മാറ്റത്തിൻ്റെ ചാലകശക്തിയാവുക, അതിന് പുരോഗമനപരമായ നിലപാടെടുക്കുക. അങ്ങനെ ഒരു അധ്യാപകൻ ക്ലാസ് മുറിയെയും ഒരു മാധ്യമ പ്രവർത്തകൻ ലോകത്തെയും പുതുക്കി പണിതുകൊണ്ടേയിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇതിനും ക്ലാസ് മുറിയേക്കാൾ കുറച്ചുള്ളൊരു മെച്ചമെന്ന് പറയുന്നത് ഓരോ മണിക്കൂറിലും നിരന്തരം നമ്മളെ പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഞങ്ങൾ സംസാരിച്ചത് അങ്കമാലിയിലെ AC ലീക്കിനെ കുറിച്ചാണ്. ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ 3ാം ഊഴത്തെക്കുറിച്ചാണ്. നാളെ ഒരുപക്ഷെ സംസാരിക്കാൻ പോകുന്നത് 2020 ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ ഈ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ വൈവിധ്യം നമുക്ക് വലിയ സന്തോഷം നൽകുന്നുണ്ട് എന്നതാണ്. താങ്ക് യു പ്രകാശിൻ്റെ ചോദ്യത്തിന്. അപ്പോൾ അധ്യാപകരും മാധ്യമപ്രവർത്തകരും ഒക്കെ അവരവരുടെ മേഖലകളിൽ ആസ്വദിച്ച പണികളൊക്കെ എടുക്കട്ടെ.